ഈ 3 സ്കിൽസാണ് മെസ്സിയെ ഫുട്ബോളിൻ്റെ മിശയാക്കി മാറ്റിയത്. ഏതൊക്കെയാണെന്നല്ലേ നോക്കാം. മെസ്സിയെക്കുറിച്ച് ചിലർ പറയുന്നത് ഗിഫ്റ്റഡ്, മാജിക് എന്നൊക്കെയാണ്. പക്ഷേ ശരിക്കും ഫുട്ബോൾ കളിക്കുന്ന ആളുകൾക്കറിയാം അത് മാജിക് കൊണ്ട് മാത്രമല്ല, ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് സ്കിൽസാണ് ശരിക്കും മെസ്സിയെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഒന്നാമത് ഡിസിഷൻ സ്പീഡാണ്. അതൊരു കോഗ്നിറ്റീവ് ആത്ലറ്റിക് സ്കില്ലും കൂടെയാണ്. അദ്ദേഹം ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കോച്ചസ് തന്നെ പറയുന്നത് ഹി പ്ലേസ് ദ ഗെയിം 1 സെക്കൻഡ് അഹെഡ്. അടുത്ത എന്താണെന്ന് കണ്ട് ബോൾ വരുന്നതിന് മുന്നേ അടുത്ത എന്ത് ചെയ്യണം എന്നുള്ള ഡിസിഷൻ അവിടെ റെഡി ആയിരിക്കും. അടുത്തത് പാസ് ആണോ, ട്രിപ്പിൾ ആണോ, ഷോട്ടാണോ, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഡിഫൻഡേഴ്സ് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ അദ്ദേഹം കൃത്യമായി ഡിസിഷൻ എടുത്തിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നുമല്ല, ഒരുപാട് വർഷത്തെ അധ്വാനത്തിലൂടെ, ഒരുപാട് മാച്ചിലൂടെ, ട്രെയിനിങ്ങിലൂടെ നേടിയെടുത്തൊരു സ്കില്ലാണെന്നുള്ളതാണ്. 2, ഡിസിപ്ലിനാണ്. അതിങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ കാണിക്കില്ലെങ്കിലും കൃത്യമായി ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണത്. ടീംമേറ്റ്സ് തന്നെ പറയുന്നുണ്ട് ഒരു സമയം പോലും ഫിറ്റ്നസ് ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് സ്കിപ്പ് ചെയ്യുക, ഇതൊന്നും അദ്ദേഹത്തിനുള്ള ഒരു ഹാബിറ്റേ അല്ല. എല്ലാ സമയത്തും കൃത്യമായി ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡിസിപ്ലിനോടുകൂടെ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെഷനിലും ടച്ചും കൺട്രോൾ മൂവ്മെൻറ്റൊക്കെ സെയിം സീരിയസ്നെസ്സോടുകൂടെ തന്നെയാണ് അദ്ദേഹം കാണുക. ആൻഡ് 3, ടാക്റ്റിക്കൽ അഡാപ്റ്റേഷനാണ്. മെസ്സി ഒരേ പൊസിഷനിൽ തന്നെ പ്ലെയർ ആയിരുന്നില്ല. വിങ്ങിൽ തുടങ്ങി, പിന്നെ ഫോൾസ് നയനിൽ, പിന്നെ ഡീപ്പ് പ്ലേ മേക്കർ, ഇങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസ് അദ്ദേഹം ട്രൈ ചെയ്തു. ഇപ്പോൾ പെപ് ഗോർഡിയോള, ലൂയിസ് എൻറിക്ക്, സാൽക്കോണി, ഇങ്ങനെ എല്ലാ കോച്ചസും മെസ്സിനെ ഡിഫറെൻറ്റ് റോളിൽ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഔട്ട്പുട്ട് തീരെ കുറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം സിസ്റ്റത്തിനെതിരെ പ്രവർത്തിക്കാതെ സിസ്റ്റം എന്താണോ പറയുന്നത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. സോ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രേറ്റസ്റ്റ് അത്ലീറ്റ് ഒന്നും ഒരു സ്റ്റൈൽ സ്റ്റിക്ക് ചെയ്യില്ല, മറിച്ച് ദേ അഡ്ജസ്റ്റ് വിതൗട്ട് ലൂസിങ് എഫക്റ്റീവ്നെസ് എന്നുള്ളതാണ്. സോ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ യുണീക്കായ സ്കില്ലുകളെക്കുറിച്ച് അറിയാൻ യു ക്യാൻ ഫോളോ മൈ ചാനൽ.